സത്യത്തിൽ നമ്മൾ പറയത്തില്ലേ, ഈ അനുഭവത്തിൽ നിന്ന് മനുഷ്യൻ പഠിക്കുമെന്ന് പറയാറുണ്ട്. പക്ഷേ അങ്ങനെ പഠിക്കാത്തത് ചില മാധ്യമപ്രവർത്തകർ മാത്രമാണ്. ഈ സാധാരണ രാഷ്ട്രീയക്കാർ എങ്ങനെയാണെന്നറിയോ, ഈ നാറ്റവും മണവും ദുർഗന്ധവും ഒക്കെ ഉണ്ടായാൽ മറ്റാരെക്കാളും മുന്നേ അവരതിൻ്റെ ഗന്ധം തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടത് തിരുത്തി മാറ്റേണ്ടത് മാറ്റി സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടും. പക്ഷേ വെറും ശബ്ദകോശങ്ങളുമായി വരുന്ന ചില മാധ്യമ വൈതാളികരുണ്ട്. അവർ സത്യത്തിൽ ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും മുഖം ഓർമ്മ വന്നോ? പ്രൊഫസറായിരുന്നു, അധ്യാപകനായിരുന്നു. പക്ഷേ എന്തു ചെയ്യാം, പിന്നീട് കിട്ടിയ വേഷം മുഴുവൻ ഈ പറഞ്ഞ ആളുകളെ ചിരിപ്പിക്കുന്ന വേഷമാണ്. നമ്മുടെ അർജുൻ എന്ന് പറയുന്ന ലോറി ഡ്രൈവർ, അദ്ദേഹത്തിന് ദാരുണമായ അന്ത്യമുണ്ടായപ്പോൾ അവിടെ ചെന്ന് മൺകൂനിക്കകത്ത് ലോറി സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടു എന്ന് പ്രചരിപ്പിച്ച് അവിടുന്ന് എല്ലാവരും കൂടി ഓടിച്ചതാണ്. ഒരു കലോത്സവം മനോഹരമായി നടന്നുകൊണ്ടിരിക്കെ അവിടെ ചെന്ന് എന്തൊരു നമ്പൂതിരിയോ, ഇളമരം നമ്പൂതിരിയോ, അങ്ങനൊരു നമ്പൂതിരിയുടെ മുറിക്കകത്ത് കയറി അവിടെ ഇറച്ചിയുണ്ടോ എന്ന് അന്വേഷിച്ച മാധ്യമപ്രവർത്തകൻ. അത് പിന്നെ വലിയ വിവാദമായി. നമ്പൂതിരി കരഞ്ഞു, കണ്ണ് തുടച്ചു. അതിനടി കിട്ടിയത് മൊത്തം കോഴിക്കോട് വെച്ചായതുകൊണ്ട് മുസ്ലിങ്ങൾക്കായിരുന്നു. അവർ വല്ലവരും കലോത്സവത്തിന് പോയാന്നോ ഇറച്ചി കഴിക്കുന്നത്? അവർ കഴിച്ച പോലെ ഇറച്ചി വല്ലവരും കഴിച്ചിട്ടുണ്ടോ? അതുമില്ല. എന്നിട്ട് പിന്നെ ഒന്ന് കറങ്ങി തിരിഞ്ഞപ്പോൾ നമ്പൂതിരി ഉപേക്ഷിച്ച ചിലങ്ക വീണ്ടും കെട്ടി കൊല്ലത്ത് കലോത്സവം വന്നപ്പോൾ പഴയിടം നമ്പൂതിരി നൃത്തമാടി. പക്ഷേ കേട്ടത് മുഴുവൻ ഒരു സമുദായത്തിനും മലബാറുകാർക്കുമാണ്. പിന്നീടാണ് ആ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് എയർപോർട്ട് അടച്ചു, എല്ലാ എയർപോർട്ടുകളും ഇന്ത്യയിലെ അടച്ച് വിമാനമെല്ലാം താഴെ ഇറക്കി എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത് ഞെട്ടിച്ചത്. പിന്നെ അജിത് ഡോവൽ ഇനി പാകിസ്ഥാൻ ഇല്ല എന്ന് പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന് അങ്ങനെ മണ്ടത്തരം പറ്റുന്നതല്ല, പക്ഷേ പുള്ളി ആടി കയറി പിടിച്ചു, ഓ അജിത് ഡോവൽ ഇട്ടെങ്കിൽ ഇനി പാകിസ്ഥാൻ ഇല്ലെന്ന് പറഞ്ഞു. ഇവർ 3 പേരായിരുന്നു ഒരേ കളത്തിലിരുന്ന് പണിച്ചവർ. നമ്മൾ പറയാറില്ലേ, ചില വീടുകളിൽ വളർത്തുന്ന ചില പ്രത്യേക ജീവികൾ അതിൻ്റെ സവിശേഷമായ ഗുണം കൊണ്ട് പിന്നെ പല മേഖലയിലേക്ക് പോകുമെന്ന് പറയാറുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ സാറൊക്കെ പോയി പിന്നെ അങ്ങ് രക്ഷപ്പെട്ടു കേട്ടോ. പുള്ളി ഈ സംഗതിയൊക്കെ തിരിച്ചറിഞ്ഞു. പക്ഷേ ഇപ്പോഴും തിരിച്ചറിയാത്ത ഒരു മനുഷ്യനുണ്ട്. നമ്മൾ സാധാരണ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തെ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പം അവൻ വരുന്നേന്നും പറഞ്ഞ് വിളി കേൾക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ആരാണ്ട് വരുന്നതാന്ന്. പിന്നെ ഇതുപോലെ വേള നമ്മൾ കണ്ടിട്ടുള്ളത് എവിടെയാണെന്നറിയാമോ? ജംഗ്ഷനിൽ ഈ മയിലെണ്ണ വിൽക്കുന്നിടത്ത് ആണ് പെണ്ണാവാവോ എന്നും ചോദിച്ചൊരു കയ്യടിയെല്ലാം കൂടെ കേട്ടു. പിന്നെ ആ ആണ് പെണ്ണാവാനുള്ള ഒരാളിനെ അവിടെ നിർത്തിയിട്ട് അവർ മയിലെണ്ണ വിൽക്കും. അതുപോലെ നമ്മൾ വേളം കേട്ടിട്ടുള്ളത് ഇതിനകത്തെ ഇല്ല, പണ്ട് വോട്ടിങ്ങിൻ്റെ റിസൾട്ട് വരുമ്പോഴായിരുന്നു. ഒരു 3-4 പേര് നിന്ന്. ഏതായാലും ഇതൊന്നും കേട്ടിട്ട് പഠിക്കാത്ത ഒരാൾ ദേ ഗുഡ് ബൈ പറയുന്നു, പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു കെ സുധാകരൻ. വളരെ നിർണായകമായ വാർത്ത കേരളക്കരെ അറിയിക്കുന്നു. കണ്ണൂരിന്റെ കരുത്തനായ, കണ്ണൂരിന്റെ പുലിക്കുട്ടിയായ കെ സുധാകരൻ പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്ന വാർത്ത വരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് കണ്ണൂരിന്റെ കോൺഗ്രസിന്റെ ഹൃദയമായ, കോൺഗ്രസിന്റെ വികാരമായ കെ സുധാകരൻ പറയുന്നു. കെ.സി. വേണുഗോപാലിനെ ഫോണിൽ വിളിച്ച് കെ സുധാകരൻ പറഞ്ഞു, ഗുഡ് ബൈ, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നടക്ക്, ഞാൻ എന്റെ വഴിക്ക് നടക്കാം എന്നറിയിച്ചു. കണ്ണൂർ DCCയിലേക്ക് കെ സുധാകരന്റെ അനുയായികൾ എത്തും. നിർണായകമായ തീരുമാനം. റിപ്പോർട്ടർ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരൻ പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കേരളക്കരെ അറിയിക്കുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് അരുൺകുമാർ വിചാരിക്കുന്നത് ഈ മരമുറി ആൻഡോ സാറ് ചാനൽ വാങ്ങിക്കുന്ന പോലെ ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതെന്നാണ്. ഇവിടെ 3 പേര് പിടിച്ചോണ്ടാണ് സുധാകരൻ നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് സുധാകരൻ സാറിനോട് തന്നെ അടുത്ത് നിൽക്കുന്നവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കെ സുധാകരനാണ്. പുള്ളിയുടെ ശാരീരിക സ്ഥിതി അതാ, കളിയാക്കുമല്ല. പാവപ്പെട്ടവൻ ഒരുപാട് അധ്വാനിക്കുകയൊക്കെ ചെയ്ത ആളാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതാ. അതിനകത്ത് പറഞ്ഞിട്ടില്ലേ, ഗുഡ് ബൈ എന്ന് പറയുന്നത് കേൾക്കണമെങ്കിൽ ഒന്നെങ്കിൽ അരുൺകുമാർ ആ റൂമിൽ കാണണം, എവിടെ ഈ പറയുന്ന പോലെ, അല്ലെങ്കിൽ KC അടുത്ത് ആരെങ്കിലും കാണണം. KC ഒന്നും എന്തോ സംഭവിച്ചാലും ഒന്നിലും കൊത്തുന്ന ആളല്ല. അപ്പോൾ പുള്ളി അടുത്താണ് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഈ പുള്ളി ഇറങ്ങിയത്. അങ്ങനെ കെ സുധാകരൻ ആ തീരുമാനം അറിയിക്കുന്നു. നിർണായകമായ തീരുമാനം. അത് കോൺഗ്രസിലെ ഒട്ടേറെ പ്രവർത്തകർക്ക് ഹൃദയവേദന ഉണ്ടാക്കി.
ഉണ്ടാക്കുന്നതും ഒരു വിഭാഗം പ്രവർത്തകർക്ക് ആവേശമുണ്ടാക്കുന്നതുമായ പ്രഖ്യാപനമാണ് ഇപ്പോൾ വരുന്നത്. കെ സുധാകരൻ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുക? അതിനു മുമ്പ് ആദ്യം നോബൽ മാരിക്കാരിലേക്ക്. നോബൽ വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയായത് മാറുന്നു. കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയമായി മാറുന്നു. എന്താണ് സംഭവിക്കുക? കെ സുധാകരൻ ഗുഡ് ബൈ പറഞ്ഞോ പാർട്ടിയോട്? ഈ വാർത്ത കേട്ട് അറബിക്കടൽ നിശ്ചലമായി. ഇന്ത്യൻ മഹാസമുദ്രം ഉൾവലിഞ്ഞു. ചാവുകടൽ ചിരിച്ചു. ഇത്രയും കൂടെ കേട്ടോ. അരുൺ, അങ്ങനെ തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കെ സി വേണുഗോപാലിനെ നേരിട്ട് കെ സുധാകരൻ വിളിക്കുകയായിരുന്നു. ഗുഡ് ബൈ കെ സി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നടക്കാം, ഞാൻ എന്റെ വഴിക്ക് പൊക്കോളാം എന്ന് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. നേരത്തെ അർജുൻ കല്യാൺ പറഞ്ഞതുപോലെ തന്നെ അർജുൻ കല്യാൺ വ്യക്തമാക്കിയതുപോലെ പുതിയ പാർട്ടി രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചകൾ നടക്കുമ്പോഴാണ് കെ സി വേണുഗോപാലിനെ നേരിട്ട് കെ സുധാകരൻ വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. ഗുഡ് ബൈ കെ സി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന വിവരം പുറത്തേക്ക് വരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ പാർട്ടിക്കുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും ഉത്തരവാദി താനല്ല എന്ന് കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി തന്നെ പോകാം, പക്ഷെ ഞാൻ എന്റെ വഴിക്ക് നടക്കും എന്നാണ് കെ സുധാകരൻ ഇപ്പോൾ കെ സി വേണുഗോപാലിനെ നേരിട്ട് നിലപാട് അറിയിച്ചിരിക്കുന്നത്. ഈ ഭാഗമാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. കാരണം ഞാൻ എൻ്റെ വഴിക്ക് നടക്കും, കെ സിയുടെ വഴി നടന്നോളാൻ പറഞ്ഞു. മറ്റേത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു വഴിയിലായിരുന്നു നടക്കുന്നത്. ഒരാളിനെ പിടിച്ചുകൊണ്ട് നടക്കും. രണ്ടുപേരും കണ്ണു വയ്യാത്തവരായിരുന്നു. അപ്പോൾ വഴിയിലൊരിടത്ത് കൊണ്ട് നിർത്തിയിട്ട് കെ സി എടുത്ത് സുധാകരൻ പറഞ്ഞു ഗുഡ് ബൈ എന്ന് പറഞ്ഞു. അപ്പോൾ കെ സിക്കും കണ്ണ് കാണാൻ വയ്യാത്തതുകൊണ്ട് സുധാകരനോട് ചോദിച്ചു ഞാൻ ഏത് വഴി പോകും എന്ന് പറയാൻ പറഞ്ഞ് ഞാൻ എൻ്റെ വഴി പോവും, നീ നിൻ്റെ വഴി പൊയ്ക്കോളാൻ പറഞ്ഞു. എന്തോ അരുൺകുമാറേ, എത്രയോ മാധ്യമപ്രവർത്തകരുണ്ട് മര്യാദയ്ക്ക് ഈ വർത്താനം പറയുന്നത്. സത്യത്തിൽ ഇച്ചിരി ഇളകിയൊക്കെ വർത്താനം പറയുന്ന ആളായിരുന്നു ശ്രീകണ്ഠൻ നായർ സാറ്. ഇപ്പം നിങ്ങളിറങ്ങി ഇതുപോലെ ഈ പറയുന്ന എന്താ പറയുന്നത് മുണ്ടൊരിഞ്ഞ് തലയെ കെട്ടിക്കൊണ്ട് വാർത്ത പറയാൻ തുടങ്ങിയപ്പോൾ പുള്ളിയൊക്കെ അങ്ങ് ശാന്തനായി. പുള്ളി ഇപ്പോൾ ദൂരദർശനിൽ അളകനന്ദ വാർത്ത വായിക്കുന്ന പോലെ വാർത്ത പറയുന്നത്. കഷ്ടമാണ്, കഷ്ടം, പരമകഷ്ടം.